പുതിയ കെ.പി.സി.സി അധ്യക്ഷനായി സണ്ണി ജോസഫ് നാളെ ചുമതലയേൽക്കും. രാവിലെ 9:30 കെ.പി.സി.സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വെച്ച് കെ സുധാകരൻ ചുമതല കൈമാറും. നിലവിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവാക്കിയാണ് സണ്ണി ജോസഫിന് ചുമതല മാറ്റം നൽകിയത്. പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരെയാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ചത്. ഇവരും യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശും നാളെ ചുമതലയേൽക്കും. സംഘടനാപരമായി തകർന്നു കിടക്കുന്ന കോൺഗ്രസിനെയും അസംതൃപ്തരായി നിൽക്കുന്ന യു.ഡി.എഫിനെയും അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കും സജ്ജരാക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കെ.പി.സി.സിയുടെ പുതിയ ടീമിനും യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശിനുമുള്ളത്. പുതിയ നിയമനങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും ഏറെ പ്രതീക്ഷയിലാണ്. പുതിയ ടീമിന്റെ ശക്തിയും പരിമിതികളും കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും സംബന്ധിച്ച് നിർണായകമാണ്. ബൂത്ത് കമ്മിറ്റി മുതൽ കെ.പി.സി.സി വരെ സംഘടനാ പ്രശ്നങ്ങളുടെ നീണ്ട നിരയാണ് കെ.പി.സി.സി പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സണ്ണി ജോസഫിന് മുന്നിലുള്ളത്. ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 7 മാസം മാത്രമാണ് പുതിയ ടീമിന് പ്രവർത്തിക്കാനുള്ളത്. ഈ ദിവസങ്ങൾ കൊണ്ട് വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം. മണ്ഡലം കമ്മിറ്റികളിൽ ഭാരവാഹികളെ വെക്കണം. ഡി.സി.സികളിൽ ഭാരവാഹികളെ നിശ്ചയിക്കണം. കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും വെക്കണം. പൊതുവെ ഫീൽഡ് ഔട്ടായ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകൾക്ക് ജീവൻ നൽകണം. ഇതെല്ലാം കഴിഞ്ഞു വേണം സ്ഥാനാർത്ഥികളിലേക്ക് കടക്കാൻ. മുസ്ലിം ലീഗിന്റെ അയലത്ത് പോലും വെക്കാവുന്ന സംഘടനാ സംവിധാനം നിലവിൽ കോൺഗ്രസിനില്ല എന്നിരിക്കെ സണ്ണി ജോസഫിനും ടീമിനും നന്നായി വിയർക്കേണ്ടി വരും. ഡി.സി.സികളെ ശാക്തീകരിക്കണമെന്നാണ് സണ്ണി ജോസഫ് ആദ്യം നൽകിയ പ്രതികരണം. എ.ഐ.സി.സിയും അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും അതത്ര എളുപ്പമുള്ള ഒന്നല്ല. ഇത്തരം പ്രശ്നങ്ങളിൽ സണ്ണി ജോസഫിന്റെ ടീമിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നാണ് നേതാക്കൾ കാത്തിരിക്കുന്നത്. വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, എ.പി. അനിൽകുമാർ എന്നിവർ എം.എൽ.എമാരെന്ന നിലയിൽ പാർലമെന്റേറിയന്മാർ എന്ന നിലയിലും മികച്ച ട്രാക്ക് റെക്കോർഡുള്ളവരാണ്. താരപരിവേഷമുള്ള ഷാഫി പറമ്പിൽ അണികളെ ഇളക്കാൻ ശേഷിയുള്ള നേതാവാണ്. എൽ.ഡി.എഫിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ പാലക്കാടും വടകരയിലും ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ശേഷിയുള്ള നേതാവ്. എൽ.ഡി.എഫിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ പാലക്കാടും വടകരയും അദ്ദേഹം അത് തെളിയിച്ചതാണ്. തിരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന വിജയവും ഷാഫി നേടിയിരുന്നു. എന്നാൽ കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങളെ ദുർബലത പരിഹരിക്കാൻ ഷാഫിയുടെ ഈ ഗുണങ്ങളൊന്നും മതിയാവില്ല. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ അനിൽകുമാറിന് അവിടുത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വണ്ടൂർ നിയോജക മണ്ഡലം ഒഴിച്ചു നിർത്തിയാൽ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഗൗരവമുള്ള കാര്യമായി അനിൽകുമാർ കാണുന്നില്ല. കുണ്ടറയിൽ കഠിനാധ്വാനം ചെയ്ത് വിജയിച്ച പി.സി. വിഷ്ണുനാഥ് കൂട്ടത്തിൽ വ്യത്യസ്തനാണ്. ദേശീയ തലത്തിലും കാര്യമായ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള വിഷ്ണുനാഥ് കെട്ടിപ്പടുക്കാനുള്ള സന്നദ്ധത കാണിച്ചിട്ടുള്ളയാളാണ്. മണ്ഡലത്തിന് പുറത്തും ആ മികവ് കാണിക്കാൻ വിഷ്ണുനാഥിന് സാധിച്ചത് വലിയ കാര്യമാണ്. കോൺഗ്രസിലെ ഈഴവ മുഖമാണ് അടൂർ പ്രകാശ്. തന്ത്രങ്ങൾ മെനയുന്നതിലും പാർട്ടി പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിലും വലിയ ശേഷി അടൂർ പ്രകാശിനുണ്ട്. യു.ഡി.എഫ് കൺവീനറായി എത്തിയ അടൂർ പ്രകാശ് ഘടകകക്ഷികളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ ഉചിതനാണ്. കെ.പി.സി.സിയെ നയിക്കാൻ പുതിയ ടീം വന്നതോടെ കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും പ്രവർത്തനം മാറുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.